അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയിപ്പോൾ നബിദിനം ബിദഅത്താണെന്നൊന്നും പറയാൻ പറ്റൂല. നബിദിനം കഴിക്കാം. അതേപോലെ നബിദിനം മാത്രമല്ല, മാല, മൗലിദ് ഇങ്ങനെയുള്ള കുറേ അനാചാരങ്ങളുണ്ട് ഇസ്ലാമിൽ. ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്ന കുറേ കൃതികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാം. കാരണം എന്താ, ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റൂല. വ്യക്തമായ തെളിവാണ് മുസ്ലിയാക്കന്മാർക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഖുർആനിലില്ല എന്നൊരു കാര്യം അവർ മുമ്പേ തെളിയിച്ചതാണ്. ഖുർആനും ഹദീസൊക്കെ ഇവർ ദുർവ്യാഖ്യാനിച്ച് ഇവർ കുറേ കൊണ്ടുവന്ന്, പക്ഷേ അതൊന്നും അവിടെ വേണ്ടത്ര ഗ്രിപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ നടക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഭൗതികമായ ചില ഉപകരണങ്ങൾ കൊണ്ടുവരികയാണ് ബിദ്അത്തിന് തെളിവായിട്ട്. വേറെ തെളിവൊന്നും ഇവരിൽ കിട്ടാനില്ലല്ലോ. അങ്ങനെ ഒരു ചങ്ങാതി ഐഫോൺ കൊണ്ടുവന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ഇപ്പോൾ അവിടെ നിൽക്കണില്ല. അപ്പോൾ പുതിയ പിന്നെ കണ്ടുപിടുത്തങ്ങളാണ്. ഇനി ഒരാളും നബിദിനം ബിദ്അത്താന്ന് പറഞ്ഞുകൂടാ. തെളിവ് ഇതാ വന്നു കഴിഞ്ഞു. നമ്മുടെ പള്ളിയിൽ ടൈല് മൈക്കിൻ്റെതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്കാലാവും. നമ്മുടെ പള്ളിക്കലെ ടൈല് അതേതായാലും എല്ലാ മുജാഹിദ് പള്ളിയിലും, എല്ലാ വഹാബി പള്ളിയിലും, എല്ലാ ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിലും, എല്ലാ സംഘത്തിന്റെ പള്ളിയിലും ടൈലിപ്പുണ്ട്. ഞങ്ങളെ പള്ളിയിൽ ഗ്രാനൈറ്റാണ്. എന്ത് പറയുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് ഇപ്പൊ ഇതൊക്കെയാണല്ലോ. അത് എന്തെങ്കിലും മറിച്ചിട്ടാ പോരെ. എന്നാ പിന്നെ ഗ്രാനൈറ്റ് ഞാൻ പറഞ്ഞ് പഠിച്ചതാണ്, ഇജ്ജ് പറഞ്ഞാണ് ശരി, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പള്ളിയിൽ പതിച്ച ഓരോന്നും പോട്ടെ, പള്ളിയിൽ തൂങ്ങുന്ന ഫാന് ഏതൊക്കെ മോഡലാ, അതൊക്കെ പോട്ടെ, AC പള്ളികളിൽ എന്നൊക്കെ ഒരു സ്വഹാബി ഇത്രയും വർഷക്കാലം ദീനി ദഅവത്ത് നടത്തിയിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ടൈലുണ്ട് ഇട്ടിട്ടുണ്ടോ? ഒരു തെളിവ് പറയാൻ പറ്റോ? നബിദിനം ബിദ്അത്തല്ല, തെളിവ് കിട്ടിക്കഴിഞ്ഞു. ടൈൽസ്, ഫാന്, ഐഫോൺ നേരത്തെ വന്നല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ തെളിവുകൾ ഇപ്പോൾ 3 എണ്ണമായി. ഐഫോണായി, ഫാനായി, ടൈൽസായി. ഏതെല്ലാം പള്ളികളിലാണ് ടൈൽസ് ഉള്ളത്? അത് ഇടാൻ പറ്റുമോ? കാരണം അത് ബിദ്അത്തല്ലേ. ഫാന് അത് ഉപയോഗിക്കാൻ പറ്റുമോ? ബിദ്അത്തല്ലേ. ഇതാണ് ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കേ. ലോകത്ത് ഇന്നേ വരെ ടൈൽസ് ഇട്ട ഒരാളെയും പിന്നെ ബിദ്അത്ത് നമ്മൾ ആരും പറയലില്ല. ഉണ്ടോ? വീട്ടിൽ ഫാൻ ഉപയോഗിച്ച ഒരാളെയും പുത്തംവാദികളെന്നോ ബിദ്അത്താണെന്നോ നമ്മൾ പറയലില്ല. ഒരാൾ സൈക്കിൾ വാങ്ങിയാൽ അത് ബിദ്അത്താണെന്ന് പറയലില്ല. ഒരാൾ ഫാൻ പിന്നെ ഉപയോഗിച്ചാൽ ബിദ്അത്താണെന്ന് പറയലില്ല. ഒരാൾ വാഹനം വാങ്ങിയാൽ, മോട്ടോർ വെച്ചാൽ, വീട് വെച്ചാൽ, അതേപോലെ വീട്ടു ഉപകരണങ്ങൾ വാങ്ങിയാൽ, ഭൗതികമായ ഉപകരണങ്ങൾ വാങ്ങിയാൽ, അത് ഉപയോഗിച്ചാൽ, ഒരാൾ വീട്ടിൽ മാർബിൾ ഇട്ടു എന്നാൽ ബിദ്അത്താണെന്ന് പറയലുണ്ടോ? ഇയാളെ സംബന്ധിച്ച് ഇയാൾ ഭയങ്കര പരിഹാസമാണ്. അതായത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളിൽ കുറേ ഇങ്ങനെ ലൊട്ടിലൊടുക്ക് കാര്യങ്ങളുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് ആൾക്കാരെ എന്ത് ചെയ്യാന്നറിയോ? പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുക, അങ്ങനെ തൂറി തോൽപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. കാസിബി ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ ഭാഷ. അപ്പോൾ എന്നതുപോലെ അങ്ങനെ വിസർജിച്ച് തോൽപ്പിക്കുക എന്ന് പറയുന്ന രൂപത്തിലുള്ള പരിപാടിയാണ് ഈ ജാഫർ സഖാഫിയുടെ പരിപാടി. ഇയാളെ സദസ്സിൽ പല ആൾക്കാരും വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുന്ന രംഗങ്ങളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണും. അതൊന്ന് കണ്ടു നോക്കി. ഇയാൾക്ക് പരിഹാസമാണ് മറുപടി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പരിഹസിച്ച് ചോദ്യകർത്താവിനെ ഇരുത്തുക എന്ന് മാത്രം ഇയാൾക്കുള്ളൊരു കഴിവ്, അല്ലാതെ ഇയാളെ മുമ്പിൽ പ്രമാണമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ. ഒരു വീട്ടിൽ ഒരാൾ ഒരു ടൈൽസ് ഇട്ടു, ഒരു മോട്ടോർ ഫിറ്റ് ചെയ്തു, ഒരു ഫാന് ഫിറ്റ് ചെയ്തു, ഒരു ഫ്രിഡ്ജ് വാങ്ങി, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി, ബിദ്അത്താണെന്ന് ലോകത്ത് മൂക്കി കീപ്പിട്ടുള്ള ഒരു മനുഷ്യൻ പറയലില്ല. ഉണ്ടോ? കാരണം എന്താ? ഇത് മതമല്ല. നോക്ക്, പാരത്രികമായ ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പിന്നെ ഹൗദുൽ കൗസർ, ആ വെള്ളം ആ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് കോരിത്തരും. ഇത് കുടിക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ റസൂലുള്ള പറയും സുഹുക്കൻ സുഹുക്ക എന്ന് പറഞ്ഞ് ദൂരെ പോ. അപ്പോൾ എന്താ കാരണം വെച്ചാൽ, അതായത് പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ എന്ത് ചെയ്യാം? ഇവർ പുതിയത് കയറ്റിക്കൂട്ടാം. ദീനാണ് പൂർത്തിയാക്കിയത്, ദുനിയാവ് പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. മതമാണ് പൂർത്തിയാക്കിയത്. ആ പൂർത്തിയാക്കപ്പെട്ട മതത്തിൽ പുതിയ ആചാരങ്ങൾ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് കയറ്റിക്കൂട്ടുക. അതാണ് ബിദ്അത്ത്. മൗലിദ് പുണ്യകർമ്മമാണ് അത് എന്ന് വെച്ചാൽ അവർ കയറ്റിക്കൂട്ടുന്നു. അപ്പോൾ അത് ബിദ്അത്ത്. മാല ബിദ്അത്ത്, നബിദിനം ബിദ്അത്ത്. കാരണം പുണ്യം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്. ആ സമയത്ത് ഒരാൾ ബൈക്ക് വാങ്ങി, പരലോകത്ത് കൂലി കിട്ടുമോ? നബി ഇങ്ങനെ പറയലുണ്ടോ? എങ്ങനെ? ബൈക്ക് വാങ്ങിയവരൊക്കെ മാറിക്ക്, നിങ്ങൾക്ക് വെള്ളമില്ല. പള്ളിയിൽ ടൈൽസ് ഇട്ടവരൊക്കെ മാറിക്ക്, വീട്ടിൽ മോട്ടോർ വെച്ചവരൊക്കെ മാറിക്ക്, കാർ വാങ്ങിയവരൊക്കെ മാറിപ്പോ. ഇങ്ങനെയാണോ പറയല്? ആണോ? അപ്പോൾ ഈ ജാഫർ സഖാഫിയെ പോലെയുള്ള കുറേ മുസ്ലിയാക്കന്മാരുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇവർക്ക് സത്യം അറിയാഞ്ഞിട്ടതല്ല. ഇവർ ജനങ്ങളുടെ മുമ്പിൽ പിന്നെ നാണം കെടും എന്ന് പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ ചോദ്യകർത്താവിനെ ചോദ്യം ചോദിച്ചിട്ട് അവിടെ പരിഹസിച്ചിരുത്തുന്ന രംഗമാണ് ഇദ്ദേഹത്തിൻ്റെ പല രീതികളും. അപ്പം അതുകൊണ്ട് ഇവരുടെ ഈ ലൊട്ടിലൊടുക്ക് വിദ്യയിലൊന്നും ഇത് നബിദിനം പാസ്സായി പോകൂല. അത് ബിദ്അത്ത് അല്ലാതായിട്ട് മാറൂല. ബിദ്അത്ത് തന്നെ.
കാര്യം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.